നെയ്യാറ്റിങ്കര ഗോപൻസ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന് വിളിച്ചു പറഞ്ഞ ചെമ്പരത്തിവിള സ്വദേശി അനീഷ് 3 യുവാക്കളുടെ വീട്ടിൽ കയറി അറഞ്ചം പുറഞ്ചം മർദ്ദിച്ചു. ഇക്കഴിഞ്ഞ ദിവസം രാത്രി 12:30യോടെയാണ് യുവാവിന്റെ പരാക്രമം. നെയ്യാറ്റിങ്കര ചെമ്പരത്തിവിള തൊഴുക്കലിലാണ് യുവാവ് ഇത്തരത്തിൽ പേക്കൂത്ത് നടത്തിയത്. അനീഷ് എന്ന യുവാവിനാണ് നെയ്യാറ്റിങ്കര ഗോപൻസ്വാമിയുടെ ആത്മാവ് കയറിയെന്ന് പറഞ്ഞ ബഹളമുണ്ടാക്കിയത്. ഇദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ പൂജാരി എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. ഗോപൻസ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇയാൾ 3 യുവാക്കളെ മർദ്ദിച്ചത്. കൂടാതെ ബൈക്കുകളടക്കം അടിച്ചു തകർക്കുകയും ചെയ്തുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംഭവം അറിഞ്ഞെത്തിയ നെയ്യാറ്റിങ്കര പോലീസാകട്ടെ യുവാവിനെ പിടികൂടി നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെയും അക്രമാസക്തനായതോടുകൂടെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ യുവാവിനെ മാറ്റിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ യുവാവിനെ ട്രോളിക്കൊണ്ട് സോഷ്യൽ മീഡിയയും രംഗത്തെത്തുകയാണ്. സോഷ്യൽ മീഡിയ പറയുന്നത് ഇങ്ങനെയാണ്: നെയ്യാറ്റിങ്കര ഗോപനാണോ അതോ നെയ്യാറ്റിങ്കര ബിവറേജ് ആണോ അവൻ്റെ ഉള്ളിലെന്ന് നോക്കിയാൽ മതി. എന്നിട്ട് നല്ല 4 പൊട്ടിക്കൽ കൊടുത്താൽ എല്ലാം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും സോഷ്യൽ മീഡിയ കമന്റ് പറയുന്നു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടല്ലോ ആൾക്കാരെന്നും ആ പാവം ഗോപൻസ്വാമി തീരെ അവശനാണെന്നും അദ്ദേഹം സമാധിയാകുന്ന ദിവസം പോലും പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്ന് കഴിച്ചാണ് പോയതെന്നും ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആ പാവം മനുഷ്യനാണോ ഇവന്റെ മേൽ കയറിയതെന്നും അതോ ഇന്നലെ എല്ലാം കൂടി കൂട്ടിയിട്ട് പുകച്ച് വലിച്ചു കയറ്റി നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയിട്ട് ആ പാവത്തിന്റെ പേര് പറയുന്നതാണോ എന്നും കമന്റുകൾ വരികയാണ്. ഇതാണോ നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ടെന്നും രസകരമായി കമന്റുകൾ എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഇയാളെ പിടിച്ച് സമാധിയാക്കുമെന്നും പാവം നെയ്യാറ്റിങ്കര ഗോപൻ എന്ത് പാവം ചെയ്തുവെന്നും മരണത്തിന് ശേഷവും ഇങ്ങനെ അപമാനിക്കപ്പെടാനാണോ അദ്ദേഹത്തിന്റെ വിധിയെന്നും സോഷ്യൽ മീഡിയ ചോദിക്കുകയാണ്. തൻ്റെ നാട്ടുകാരെ ചെറുപ്പക്കാർക്ക് തല്ലു കൊടുക്കണമെന്ന് നോക്കിയിരുന്ന ഈ 3 യുവാക്കളെ എന്ത് പറഞ്ഞ് തല്ലുമെന്ന് നോക്കിയിരുന്നപ്പോഴാണ് ഗോപൻസ്വാമിയെ കിട്ടിയതെന്നും എന്നാൽ ആ പേരിൽ പിടിച്ച് ഇവന്മാർക്ക് 2 പൊട്ടിച്ചു കളയാം എന്നുമായിരിക്കും യുവാവ് കരുതിയെന്നും കമന്റുകൾ വരുന്നു. അതാകുമ്പോൾ ആരും ഒന്ന് വിശ്വസിക്കുകയും ചെയ്യുമെന്നും കമന്റുകൾ പറയുകയാണ്. എല്ലാ തെമ്മാടിത്തരവും ചെയ്തിട്ട് ബാധ കയറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, പേരാണെങ്കിലോ നെയ്യാറ്റിങ്കരയ്ക്കും എന്നും കമന്റുകൾ ഉയരുകയാണ്. എന്തായാലും നെയ്യാറ്റിങ്കര ഗോപൻസ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയ യുവാവിന് സോഷ്യൽ മീഡിയയിൽ വമ്പൻ ട്രോളുകളാണ് നിറയുന്നത്. അതേസമയം നമുക്കറിയാം, ഏറെ വിവാദമായിട്ടുള്ള ഒരു സമാധിയായിരുന്നു നെയ്യാറ്റിങ്കര ഗോപൻ്റേത്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നാട്ടുകാരടക്കം ദുരൂഹത ആരോപിച്ചിരുന്നു. പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂക്ക്, തല, മുഖം, നെറ്റി എന്നിവിടങ്ങളിൽ ചതവുണ്ട് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പക്ഷേ ഈ ചതവൊന്നും തന്നെ മരണത്തിന് കാരണമല്ല എന്നും ഈ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു. ഈ ചതവുകൾ കാരണം അസ്ഥികൾ പൊട്ടുകയോ അല്ലെങ്കിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അസ്വാഭാവികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഗുരുതരമായ നിരവധി അസുഖങ്ങളുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ലിവർ സിറോസിസ് ബാധിതനായിരുന്നു അദ്ദേഹമെന്നും അദ്ദേഹത്തിന്റെ ഹൃദയധമനികൾ 75% അടഞ്ഞ നിലയിലായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇതുകൂടാതെ കാലിൽ ഗുരുതരമായ നിലയിൽ അൾസർ ഉണ്ടായിരുന്നു. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വന്നാലേ മരണത്തിന്റെ കാരണം വ്യക്തമാവുകയുള്ളൂ എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ഗോപൻസ്വാമിയുടെ സമാധി വിവാദത്തിന് പിന്നാലെയാണ് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തിയത്. പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത ഒന്നും ഇല്ല എന്നാണ് കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.